പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാപ്പിഴവുണ്ടായെന്ന വാദത്തിൽ ഉറച്ച് പെൺകുട്ടിയുടെ കുടുംബം. ആശുപത്രി സൂപ്രണ്ടിന്റെ വാദങ്ങൾ നുണയെന്നും പെൺകുട്ടിയുടെ മാതാവ് പ്രസീത പറഞ്ഞു. പ്രാഥമിക പരിശോധനകൾ ഒന്നും നടത്തിയില്ലെന്നും യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്നും പ്രസീത 24-നോട് പറഞ്ഞു. പക്ഷെ സൂപ്രണ്ട് സാറ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ തെറ്റാ പറഞ്ഞത്. അവർ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവരങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ പാവങ്ങളല്ലേ. ഞങ്ങൾക്ക് ആര് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നമുക്ക് പറയാൻ ആരും ഇല്ലല്ലോ. അതാണ് അവർ അങ്ങനെ പറയുന്നത്. കാരണം അവൻ്റെ കയ്യിൽ എല്ലാവരും ഉണ്ട്. അതന്നെ. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത് YS അഭിനന്ദാണ്. അഭിനന്ദ്, ഗുഡ് ഈവനിങ്. ഈ ഒരു വിഷയത്തിൽ മാതാവ് അല്പസമയം മുമ്പ് നമ്മളോട് നടത്തിയ പ്രതികരണം കണ്ടതാണ്. അവരോട് വ്യക്തമായ നിർദ്ദേശങ്ങളൊന്നും നൽകിയിരുന്നില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകളൊക്കെ നടത്തുമ്പോൾ രോഗിയോടും ബന്ധുക്കളോടും ഒക്കെ കൃത്യമായി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാറുണ്ടല്ലോ. ഇത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണോ മാതാവ് പറയുന്നത്? കൃഷ്ണ, പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെ താൻ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മാതാവ് പ്രസീത. കൃത്യമായി തന്നെ ഉന്നയിച്ച ഓരോ കാര്യങ്ങളും അത് ശരിവെക്കുന്നു എന്ന് തന്നെയാണ് മാതാവ് പ്രസീത പറഞ്ഞത്. ഇന്ന് സൂപ്രണ്ടിന്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. പ്രോട്ടോകോൾ പാലിച്ച ചികിത്സ നൽകിയിട്ടുണ്ട്. 24-ാം തീയതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം 3 മുറിവുകൾ ഉണ്ടായിരുന്നു. ആ 3 മുറിവുകളും പരിശോധിച്ച ശേഷം കൃത്യമായി മരുന്ന് നൽകിയതിനു ശേഷമാണ് പ്ലാസ്റ്റർ ഇട്ടത്. പിന്നീട് YS അഭിനന്ദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.